ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ശരിക്കും എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും നോർമലായിട്ട് ഇപ്പോൾ ഞാനൊരു രാത്രി സമയമാണ്, ഒരു സന്ധ്യ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോർമലായിട്ട് നമ്മൾ ലൈവായി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അപ്പുറത്തുനിന്ന് അപ്പുറത്തുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ പണി നടക്കും, അതുപോലെ തന്നെ വീഡിയോ നടക്കുന്ന വിചാരിച്ചാൽ മറ്റേത് എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി ദോശ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ ദോശകളെല്ലാം ഉണ്ടാക്കാറ് അത്യാവശ്യം നല്ല പരത്തി ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നെന്തോ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നി, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇങ്ങനത്തെ ദോശകളാണ് ഉണ്ടാക്കുന്നത്? പലതരം ദോശകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള ചെറിയൊരു കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവത്തേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരാളെ അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ എൻ്റെ ഗാലറിയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഫോട്ടോസ് ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും എൻ്റെ ഗാലറീസിൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. എൻ്റെയും മറ്റുള്ള ഫ്രണ്ട്സ് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പോകുമ്പോഴും തന്നെ ഒന്നും എടുത്തിട്ടേ ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് നമ്മളെടുക്കുന്ന കാര്യങ്ങൾ ഫോട്ടോസ് കുറേ ഫോട്ടോസ് എടുക്കും, അത്ര മാത്രം കേട്ടോ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറോ എടുക്കാറോ ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു തുടങ്ങിയത്. പറഞ്ഞാൽ കുറേ വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ധൈര്യമോ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഒരു മടി എന്ന് പറയാം, എനിക്ക് യാതൊരു ധൈര്യവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഇടയിലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം 10 മാസം മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ, അത് ഇൻസ്റ്റയിൽ കേട്ടോ, കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോഴാണ് പിന്നെ എനിക്ക് എന്തോ ഒരു ധൈര്യം പോലെ പിന്നെ ഞാനിതിങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യും. ആ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നീതുവിൻ്റെ വീഡിയോ കണ്ടിട്ട് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് തന്നെ എല്ലാ ദിവസവും ഒന്ന് പോസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ചെതറി വലിച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്യലൊന്നുമില്ല. എന്നാലും നല്ലതെന്ന് കുറച്ച് എനിക്ക് തോന്നുന്ന കുറച്ച് റിലേറ്റബിൾ റീൽസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞതാട്ടോ, കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് പച്ച പിടിക്കുള്ളൂ. വെറുതെ അതിലോട്ട് പോയി തിരിയണ്ട. അല്ലെങ്കിൽ കൊച്ചു പെൺകുട്ടികൾക്ക്, അതായത് ഒരു 20-22 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികൾ മാത്രമേ അതിൽ പച്ച പിടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭംഗി അല്ലെങ്കിൽ നിറം അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലെ ഭയങ്കര ഡാർക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു ഫെയറായി വന്നെങ്കിലും വളരെ കുറച്ച് ഫെയറായി വന്നെങ്കിലും മുമ്പ് ഭയങ്കര ഡാർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ എന്താ പറയുക, നമ്മുടെ ബോഡി ഷേമിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ കുറച്ച് ഞാൻ തടിച്ച് കുറച്ച് നീളം കമ്മിയായ ഒരു പെൺകുട്ടിയാണ്, കുറച്ച് ഉയരം കുറവാണ്. അപ്പോൾ കഷ്ടിച്ച് ഒരു 5 അടിയൊക്കെ ഉള്ളൂ ഞാൻ. അന്ന് മുതലേ ഞാൻ കേൾക്കുന്നതാണ് ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ നിറമില്ല, എന്ത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് വൃത്തിക്ക് ചേരില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് വളർന്നു വന്ന് ഇപ്പം ഇത്ര കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായപ്പോഴും കേൾക്കുന്നതാണ് സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളത്. ആക്ച്വലി നമ്മളിപ്പോൾ ഞാൻ കറുത്തതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ വെളുത്തതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ മെലിഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ഉയരം കൂടിയവരാണ്, ഉയരം കുറഞ്ഞവരാണ്, എങ്ങനെ ആയിക്കോട്ടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെങ്കിൽ ഇന്ന് ഈ ലോകം ഉണ്ടാവുമോ? ഇല്ല. മനുഷ്യൻ എന്നുള്ളത് പല തരത്തിലുള്ള വൈവിധ്യങ്ങളോടുകൂടി ജനിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്, പലതരത്തിലുള്ള വൈവിധ്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ സ്കില്ലായിരിക്കില്ല വേറൊരാളുടെ സ്കില്ല്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്കില്ല്, ഓരോരുത്തരുടെ മുഖം, ഓരോരുത്തരുടെ മുടി, പലതരത്തിലുള്ള വ്യത്യാസങ്ങളുള്ള മനുഷ്യന്മാരാണ് ലോകത്ത് മൊത്തം ഉള്ളത്.
അപ്പോൾ എല്ലാവരും വെളുത്ത് അല്ലെങ്കിൽ എല്ലാവരും നിറം കുറഞ്ഞവർ അല്ലെങ്കിൽ എല്ലാവരും ഉയരം കൂടിയവർ അല്ലെങ്കിൽ എല്ലാവർക്കും ഉയരം കുറഞ്ഞവർ അങ്ങനത്തെ അല്ല, പലതരം ആൾക്കാരുള്ളതാണ്. അപ്പോൾ കഴിവുള്ളവർ ഇതിൽ നിലനിൽക്കുന്നു, കഴിവില്ലാത്തവർ പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, അതായത് അടിപൊളി അല്ലാത്ത വീഡിയോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൽ തന്നെ പിടിച്ചു നിന്ന് നമ്മുടെ ഭാവി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഒരു ലോകമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെയാണോ അതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്? അല്ല. നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ഞാൻ മനസ്സിലാക്കിയത് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ റീൽ തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതുപോലത്തെ ഒരു റീല് എടുക്കുന്നു, അതത്ര എളുപ്പമല്ല. പറഞ്ഞൊരു ദോഷകാര്യം കേട്ടോ. അപ്പം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിൽ കുറേ എഡിറ്റിംഗ് ഉണ്ട്, കുറേ കാര്യങ്ങൾ അതിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം ചെയ്യാം. വോയിസ് ഓവർ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല സ്കില്ലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ ഭംഗിയോ നിറമോ കാര്യങ്ങളോ ഒന്നും ആരും കൂട്ടിക്കുഴക്കണ്ട. പിന്നെ ഇനിയും ഈ ബോഡി ഷേവിങ് പോലത്തെ കാര്യങ്ങളൊക്കെ പരസ്പരം എല്ലാ മനുഷ്യന്മാരും നിർത്താൻ നോക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലേ? മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ജാതിയോ മതമോ നിറമോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കാൻ നോക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ദോശ ചുടൽ കഴിഞ്ഞു. ദോശ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ, സി യു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.